الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഏകനായ സർവശക്തിയും ലോകത്തിന്റെ നിയന്താവുമായിട്ടുള്ള പടച്ചറപ്പിന്റെ റബ്ബുൽ ആലമീനായ റഹ്മാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ഇസ്ലാമാകുന്ന മതത്തിന്റെ അതിർവരമ്പുകളെ മാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ, മുസ്ലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികളായ ഹാജിമാരായി ഹജ്ജിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി പുറപ്പെട്ടവർ ദുൽഹിജ്ജ 8 ആകുന്നതോടെ അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹജ്ജിന് അവസരം ലഭിക്കാത്ത വിശ്വാസികളായ നമ്മളെപ്പോലെയുള്ള ആളുകൾ ബലിപെരുന്നാൾ ആഘോഷിക്കാനും അതിന്റെ ബലി അറുക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ഒരുക്കളെ തെരഞ്ഞുപിടിക്കുവാനും ഒക്കെയുള്ള സമയത്തിലും താല്പര്യത്തിലുമാണ്. ധാരാളം സൽക്കർമ്മങ്ങളിലായി സമയം കണ്ടെത്തേണ്ടുന്ന, ഇടപെടേണ്ടുന്ന ഒരു സമയത്താണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പ്രത്യേകതയും സവിശേഷതയും കഴിഞ്ഞ ഖുതുബയിലൂടെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് പറയാറുണ്ട്, ഈ 10 ദിവസങ്ങൾക്ക് മറ്റൊരു ചാൻസ് മറ്റൊരു മാസത്തിലും വർഷത്തിലും പറയാൻ പറ്റാത്തൊരു പ്രത്യേകതയുള്ളത് ഇജ്തിമാഉൽ ഇബാദത്തി, എല്ലാ ഇബാദത്തും വരും ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ. നിസ്കാരം വരും, സകാത്താകുന്ന സദഖയാകുന്ന ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടത് വരും, നോമ്പുകൾ വരും, ഹജ്ജ് വരും. ഇതെല്ലാം വരുന്ന സംഗമ ആരാധനയുടെ ഭാഗമാണ് ഈ ദിവസങ്ങൾ എന്നതിന്റെ സവിശേഷതയായി പണ്ഡിതന്മാര് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ള ആ ഹജ്ജും ആ ഹജ്ജിലൂടെ ഉണ്ടായ വ്യത്യസ്തങ്ങളായ സംസാരങ്ങളും ആ സംസാരത്തിൽ നിന്ന് മുമ്പിലുള്ളവർക്കും പിന്നീട് ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന ചില സന്ദേശങ്ങളും ഈ സമയത്ത് നമ്മളൊന്ന് ഓർത്തിരിക്കാനും പഠിച്ചിരിക്കാനും നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10-ാം വർഷമാണ് ഹജ്ജിന് വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം മക്കയിലാണ്.
മദീനത്ത് ഹജ്ജിന്റെ ഒരു കർമ്മവും ഇല്ല. എന്നാൽ മദീനയിൽ സന്ദർശനങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അവിടെ മദീന പള്ളിയിൽ നമുക്ക് ഇബാദത്തുകളുണ്ട്. അങ്ങനെയുള്ള പ്രാധാന്യമുള്ള പല ഏരിയകളും ഉള്ളതുകൊണ്ട് അവിടെയും നമുക്ക് പോകാവുന്നതാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം മക്കയിലാണ്. അതിൽ തന്നെയും പ്രധാനമാണ് അറഫ എന്ന പുണ്യഭൂമിയിലാണ് ഏറ്റവും സുപ്രധാനമായ ഹജ്ജിന്റെ കർമ്മം നടക്കാനിരിക്കുന്നത്. ഹറമിന്റെ പുറത്തായി നിൽക്കുന്ന ആ അറഫയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫൈദാ ഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ആ സ്ഥലത്തിന്റെ പേരെടുത്തുകൊണ്ടാ പറയുന്നത്. അറഫാത്തിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോന്നാൽ പിന്നെ നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഫദ്കുറുല്ലാഹ്, നന്നായി അല്ലാഹനെ ദിക്ർ ചെയ്യണം. ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അരിൽ ഹറാമിന്റെ പ്രദേശത്ത് വെച്ചുകൊണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങൾ പറയുമ്പോൾ അറഫാത്തിന്റെ പേര് പറഞ്ഞു. ദുൽഹിജ്ജ 9 എന്ന ആ ദിവസത്തിന്റെ സൂര്യാസ്തമയം വരെ അറഫയിലാണ് താമസിക്കുന്നത്. നല്ല ശക്തമായ വെയിലുള്ള ആ സമയത്തും പ്രായം കൊണ്ടും ആരോഗ്യ പ്രയാസങ്ങൾ ഉള്ളവരും എല്ലാം അവിടെ എത്തിയിരിക്കണം. ആംബുലൻസിലാണെങ്കിൽ ആംബുലൻസിൽ എത്തിയിരിക്കണം. അത് എത്താത്തവന് ഹജ്ജ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന അതിമഹത്തായ സംഗമമാണ് അറഫാത്തിൽ നടക്കുന്നത്. 17 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ചെറിയ പ്രദേശത്തിന് എന്താ ഇത്ര പ്രത്യേകത? 17 കിലോമീറ്റർ ഉള്ള സ്ഥലത്തിന് അവിടെ ഒരുമിച്ച് അവിടെ എത്തിപ്പെട്ടാൽ അതിന്റെ ബോർഡറിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഹാജി എത്തണം. അവിടെ അല്പസമയമെങ്കിലും സമയം ചെലവഴിക്കണം. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലും ദിക്റുകളുമായി കഴിഞ്ഞുകൂടണം. ഒരുപാട് ചരിത്ര പ്രാധാന്യങ്ങൾ അതിന്റെ പേരുമായി ബന്ധപ്പെട്ട് തന്നെ പറയാറുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയും തമ്മിൽ സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പിന്നീട് അവർ തമ്മിൽ തിരിച്ചറിയുന്നതും കണ്ടുമുട്ടുന്നതും അറഫ. തിരിച്ചറിയുക എന്ന വാക്കിന് അർത്ഥമുണ്ട്, ഒരർത്ഥം അതാണ്. അങ്ങനെയാണെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പല വിശദീകരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. 9 പ്രധാനപ്പെട്ട റോഡുകളിലൂടെ ഈ അറഫയിലേക്ക് ഹാജിമാരി കടന്നു വരികയാണ്. ആ ചൂട് ഒരാൾക്കും താങ്ങാനാവാത്ത ആ മരുഭൂ പ്രദേശത്തേക്ക് ഹാജിമാരെത്തുമ്പോ അവരെ സംരക്ഷിക്കുക എന്ന ആ ഹറമൈനിയുടെ ചുമതലയുള്ള അവിടുത്തെ നേതാക്കന്മാർക്ക് വലിയ താല്പര്യമാണ്. 1 ലക്ഷത്തിലേറെ വേപ്പുമരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു കൃഷിയും നടക്കാത്ത മണ്ണിൽ അവർ അതിന് സന്നദ്ധരായി. ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 1 ലക്ഷത്തിന്റെ മേലെ നല്ല വേപ്പുമരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ച് തണൽ ലഭിക്കാൻ. അതിനു പുറമെ വെള്ളം സ്പ്രെഡ് ചെയ്യുവാനും അത്യാവശ്യത്തിന് വായുസഞ്ചാരം ഉണ്ടാകാവുന്ന ഫാനുകളുമൊക്കെ സംഘടിപ്പിച്ച് അവിടെ വരുന്ന ഹാജിമാർക്ക്. എന്തുകൊണ്ടാ ഹാജിമാരെ ഇങ്ങനെ പരിഗണിക്കേണ്ടി വരുന്നത്? അവർ അള്ളാഹുവിന്റെ സംഘങ്ങളാണ്. ഹാജിമാരെ ചൂഷണം ചെയ്യരുത്, ഹാജിമാരെ പറ്റിക്കരുത്, ഉംറക്കാരെ പറ്റിക്കരുത്. അവർ അള്ളാഹിന്റെ സംഘങ്ങളാണ്, അള്ളാഹുവിന്റെ വിരുന്നുകാരാണ്. ഈ ബോധം ഓരോരുത്തർക്കും, ഓരോ ബിസിനസ്സുകാർക്കും ട്രാവൽസുകാർക്കും ഒക്കെ പ്രത്യേകം ഓർമ്മയുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലേക്ക് കടന്നു വന്നു. അവിടുന്ന് ആ സംഗമ ഭൂമിയിൽ നിബിതങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചു. അന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട മദീനയിൽ നിന്ന് വന്നവരും മക്കത്തുള്ളവരുമായ ഹാജിമാരെ എല്ലാം ഒരുമിച്ചിരുത്തിയിട്ട് നിബിതങ്ങൾ ഒരു പ്രഭാഷണം നിർവഹിച്ചു. ചരിത്രത്തിൽ അതിന്റെ പേര് വിടവാങ്ങൽ പ്രഭാഷണം എന്നായിരുന്നു. അത് അവസാനത്തെ ഒരു സംഗമമായി മാറുകയായിരുന്നു എന്ന് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു. അതുകൊണ്ട് ആ സംസാരത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ടായിരുന്നു. ആ ചരിത്രത്തിലെ ആ സംസാരം സ്വഹാബത്ത് ശ്രദ്ധിച്ചു, രേഖപ്പെടുത്തി. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്ദേശങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിലേറ്റവും പ്രാധാന്യത്തോടെ നബി തങ്ങൾ അവരെയെല്ലാം അടുത്തു വിളിച്ച് പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇസ്മഊ മിന്നീ ഉബയ്യിനു ലക്കും, അടുത്തേക്ക് വരൂ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു ഉപദേശം നമ്മുടെ മുമ്പിൽ വരുമ്പോണ്ടാകേണ്ട ആദ്യത്തെ കാര്യം അതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം തന്നെ വിമർശിക്കുകയല്ല, ആദ്യം തന്നെ ആക്ഷേപിക്കുകയല്ല, ആദ്യം അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകലാണ്. ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് ചില കാര്യങ്ങൾ പറയാം. فإني لا أدري لعلي لا ألقاكم بعد عامي هذا في موقفي هذا. അടുത്ത ഒരു കൊല്ലം ഇനിയും ഹജ്ജ് വരും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് നിങ്ങളോട് ഇങ്ങനെ ഹജ്ജിന് വന്ന് അടുത്ത ഒരു വർഷം ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഒരു സൂചനയാണ്. അടുത്ത വർഷം ഞാൻ
ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്നതിന്റെ സൂചന. അത് നബിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നത്? നബിക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ പലതും വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സംസാരിക്കുന്നതും അവിടെ അടുത്തിരുത്തിയവരോട് കാര്യങ്ങൾ പറയുന്നതും ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ അടുത്ത വർഷത്തെ ഹജ്ജിന് നബി തങ്ങൾ ഹയാത്തിൽ ഉണ്ടായിട്ടില്ല. അടുത്ത അർഹ സംഗമിച്ചപ്പോ അവർ ഓർക്കുന്നുണ്ട് ആ സംസാരങ്ങൾ മുഴുവൻ. പക്ഷെ അന്ന് നബി തങ്ങൾ ആ സ്ഥലത്തേക്ക് വന്നിട്ടില്ല, അവിടെ ഇല്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഹജ്ജിന്റെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോ ഇനി പഠിപ്പിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് തന്നെ യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് പഠിക്കണം. നാട്ടുകാർ പലതും ഇവിടെ ചെയ്യുന്നുണ്ടാകും, ഇന്തോനേഷ്യക്കാർ പലതും ചെയ്യും, മറ്റേ രാജ്യക്കാർ വേറെ പലതും ചെയ്യും. അതൊക്കെ നമ്മൾ കൊണ്ട് ചെയ്യാനുള്ളതല്ല. നമുക്ക് ചെയ്യാനുള്ളത് എന്താ? നബി പഠിപ്പിക്കുകയാണ്, ഞാൻ ചെയ്ത കർമ്മങ്ങൾ ഏത് ദിവസം ഏത് സ്ഥലത്ത് എത്ര തവണ എന്ത് ചെയ്തു, അതാണ് ഹജ്ജ്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഹജ്ജിൽ ഇത് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്നറിയൂല. വീണ്ടും പറഞ്ഞു, ഹജ്ജ് പഠിച്ചോളി. എന്നെ കണ്ട് ഈ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നതാണ്. ഓരോ ദിവസവും ഓരോ സ്ഥലത്തും നിൽക്കേണ്ടതും താമസിക്കേണ്ടതും, പകല് താമസിക്കേണ്ടതും രാത്രി താമസിക്കേണ്ടതും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി ചാൻസ് ഇല്ല. ഇവിടെ എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഇസ്ലാമിലെ ആരാധനകൾ നാട്ടില് കാരണവന്മാരെന്ത് ചെയ്തു, ഭൂരിപക്ഷം എന്ത് ചെയ്തു, എന്റെ വാപ്പിമ്മയ്ക്ക് എന്ത് ചെയ്തു, ഇതല്ല ദീന്. നബി തങ്ങൾ ഒരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അത് മരണ വീട്ടിലുമുണ്ട്, ജനിച്ച വീട്ടിലുണ്ട്, പള്ളിയിലുണ്ട്, വിസർജന രംഗത്തുണ്ട്, വിവാഹ രംഗത്തുണ്ട്. എവിടെയും ദീൻ എന്ന് പറയുന്നത് നബി പഠിപ്പിച്ചെന്നതാ. അത് പാലിക്കലാണ് സുന്നത്ത്. അത് തികയൂല, അത് പോരാന്ന് തോന്നുന്നവന്റെ പേരാണ് ബിദ്ഈ, പുത്തൻവാദികൾ. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പോരാന്ന് പറഞ്ഞ് അതിനേക്കാൾ എക്സ്ട്രാ പ്രാർത്ഥന, എക്സ്ട്രാ നോമ്പ്, എക്സ്ട്രാ ഇബാദത്തുകൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടോ? അത് ഫൗളാണ്. അത് സ്വീകരിക്കപ്പെടൂല. അത് അബദ്ധങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ നബിതങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന ആയത്തുകൾ, സൂറത്തുകൾ മിനയിൽ വെച്ചിറങ്ങി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. സൂറത്തുൻ നസ്ർ എന്ന അധ്യായം ഇറങ്ങുകയാണ്. നബിയെ, നിങ്ങൾക്ക് വിജയം വന്നാല്, സഹായം വന്നാല് നിങ്ങൾ അല്ലാഹ്ക്ക് നന്നായി ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലാഹനെ നന്നായി സ്തുതിക്കണം. ഇതൊക്കെ സൂചനയാണ്, അവസാനിക്കാനായി എന്നുള്ളതിന്റെ സൂചനകളാണ് പഠിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് ഇറങ്ങിയിട്ട് നബി ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് ഈ സൂറത്ത് ഒരു പന്തികേടുണ്ട്, ഇതൊരു അവസാനിപ്പിക്കാൻ പോണ പോലുള്ള ഒരു സൂചനകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മനസ്സിലായി. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്തൊക്കെ ഇറങ്ങിയതിനു ശേഷം ഇത് ഇനി ഇങ്ങനെ സംഭവിക്കൂ. കാരണം ലൈസ ബഅദൽ കമാലി ഇല്ലൽ നുഖ്സാൻ, പൂർണ്ണമായ ഒരു സാധനമുണ്ടെങ്കിൽ പിന്നെ പൂർണ്ണത എത്തിയാൽ അതിൽ കുറവേ ഉണ്ടാവുള്ളൂ, ഇതിന്റെ മേലേക്ക് പോകൂല. മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്, നബി തങ്ങളുടെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്, ഇനി മേലേക്ക് പോകൂല. ഈ തിരിച്ചറിവ് അവിടം മുതൽ സ്വഹാബത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുക. നമ്മുടെ മരണം വിദൂരത്താണെന്നുള്ള ചിന്തയ്ക്ക് ഒഴിവാക്കുക. നമ്മളൊക്കെ വേഗം മരിക്കുന്നത് ഏത് സമയത്താണെന്നുള്ള ഒരു സൂചന പോലും, ഒരടയാളം പോലും ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഏത് സമയത്തും അതിന് സന്നദ്ധനാവുക എന്നാണ് അതിലെ ഒന്നാമത്തെ പാഠം. 2, മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വേറെ ഒരു മനുഷ്യന്റെ രക്തം, അഭിമാനം, അയാളുടെ സമ്പത്ത് അന്യായമായി ഒരു നിലക്കും അപമാനിക്കാൻ പാടില്ല. ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉയർന്ന് സംസാരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആളുകളുടെ അഭിമാനം പിച്ച് ചിന്ത, സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് വീഡിയോ ഇട്ടിട്ട് തെറി വിളിക്കുക, കാണുന്ന ഗ്രൂപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് അയാളെ കുറിച്ചിട്ട് അസത്യങ്ങൾ പുലമ്പുക, അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ ഇടയിൽ പോയിട്ട് വീട്ടിൽ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഒരു മനുഷ്യന്റെ അഭിമാനം, രക്തം, ധനം, ഇതിന് ഭയങ്കര സ്ഥാനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. അതെങ്ങനെ നബി പഠിപ്പിച്ചെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹജ്ജിന് വന്ന ആൾക്കാരോട് ചോദിക്കണേ, നിങ്ങൾ ഏത് ദിവസം അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ദുൽഹിജ്ജയിലാണ്.
ദുൽഹിജ്ജന്റെ ആദ്യത്തെ 10 നബി. നിങ്ങൾ ഏത് മാസത്തിലാണ് നിങ്ങൾക്കറിയോ? ദുൽഹിജ്ജയാണ് നബി. നിങ്ങൾ ഏത് സ്ഥലത്താണെന്നറിയോ? നിങ്ങൾ മക്കത്താണ് നബി. ഇതിനേക്കാൾ, ഈ മക്കയേക്കാൾ, ഈ കഅബയേക്കാൾ, ഈ മാസത്തേക്കാൾ, ഈ ദിവസത്തേക്കാൾ ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിനും രക്തത്തിനും സമ്പത്തിനും പവിത്രതയുണ്ട്. നിങ്ങൾ കഅബനെ കല്ലെറിയോ? നമ്മൾ കഅബന്റെ അതിന്റെ കമീസുകൾ പിച്ച് ചീന്തോ? ഇല്ല. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിതങ്ങൾ പറയാ, ഫഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. അത് വെറുതെ നശിപ്പിക്കാൻ പാടില്ല, തകർക്കാൻ പാടില്ല. അന്യായമായി ഒരാളെയും വധിക്കാനോ രക്തം ചിന്താനോ ഇസ്ലാം അനുവദിക്കൂല. വലഖദ് കറംനാ ബനീ ആദം, കാരണം ആദമിന്റെ സന്താനങ്ങളെ അല്ലാഹ് ബഹുമാനിച്ച് ആദരിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പോത്തിനും ഒരു പന്നിനും പൂച്ചനും പോലെ അല്ല അല്ലാഹ് മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളത്. മനുഷ്യന്മാരെ അല്ലാഹ് ആദരിച്ചിട്ടുണ്ട്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, കടലിലൂടെ കരയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. വറസഖനാഹും മിന ത്വയ്യിബാതി, വിശിഷ്ടമായതൊക്കെ തിന്നാൻ കഴിക്കാനുള്ള റിസ്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. സസ്യവർഗവും മാംസവർഗവും പല ഇനം മറ്റു ജീവികൾക്കില്ലാത്ത റിസ്ക് പടത്തും കൊടുത്തിട്ടുണ്ട്. വഫളൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, മറ്റു സൃഷ്ടികൾക്കില്ലാത്ത ചില ശ്രേഷ്ഠമായ പലതും അവർക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെയും രക്തം, അഭിമാനം എന്നതൊന്നും നിങ്ങൾ പിച്ചി ചീന്താൻ പാടില്ല. ഒരു യഥാർത്ഥ മുസ്ലിമായാൽ ഒരിക്കലും വർഗീയത കൊണ്ട് നടക്കുന്നവനായി മാറൂല. അത് പറയുമ്പോഴാണ് ഇന്ന് മാർക്കറ്റ് കൂടുതൽ, അത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ ത്രില്ലടിക്കുന്നത്. ഒരു മുസ്ലിം പേര് കേൾക്കുന്നത് പോലും പ്രയാസം, ഒരു മുസ്ലിം മന്ത്രി എന്ന് കേൾക്കുമ്പോഴത്തിന് പോലും ബേജാറ്, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന് കേൾക്കുമ്പോൾ പേടിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു ത്രില്ലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മുസ്ലിമിന് ഒരിക്കലും വർഗീയവാദിയാകാൻ കഴിയില്ല. മറ്റൊരുത്തന്റെ നേരെ ഒരായുധമെടുത്ത് ചൂണ്ടാൻ പോലും പാടില്ല. പിന്നല്ലേ കൊത്താൻ പോണത്, ചൂണ്ടി കാണിക്കാൻ പാടില്ല. ഇത് ഇസ്ലാം എന്ന മതത്തിനുള്ള പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിന്റെ സന്ദേശത്തെ ശരിക്ക് നമ്മൾ എല്ലാ ആളുകളിലേക്കും ഈ ശരിക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ലോകത്ത് മതത്തിന്റെ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ, തൊലിയുടെ പേരിൽ വരെ വിവേചനം കാണിക്കുന്ന നാടായി മാറിക്കൊണ്ടിരിക്കുക. തൊലിയുടെ പേരിൽ, വംശത്തിന്റെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഗുണത്തിലും കഴിവിലുമൊക്കെ വ്യത്യാസമുണ്ട് എന്ന വിശ്വാസമാണല്ലോ റാസിസം എന്ന വർണ്ണവിവേചനം. ആ വിവേചനം ഇന്ന് ലോകത്ത് പലയിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കറുത്ത വംശജരും വെള്ളക്കാരും തമ്മിലുള്ള വല്ലാത്ത വിവേചനം ഇന്നുണ്ട്. 2026 നാസി ജർമ്മനിയിലെ ആര്യന്മാരും ജൂതന്മാരും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനം എന്താ? വർഗീയതയും വംശീയതയാണ്. എത്ര പേരെ കൊന്നൊടുക്കി. ഇന്ത്യയിൽ സവർണരും അവർണരും തമ്മിലുള്ള വേർതിരിവാണ് കാലങ്ങളായി തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് മറ്റെല്ലാ വെറുപ്പും വരുന്നത്. അമേരിക്കയിൽ പോലും ഏറ്റവും ഉയർന്ന വലിയ രാജ്യമായ അമേരിക്കയിൽ വരെ ഈ അടുത്ത് ഒരു കറുത്ത വർഗക്കാരനായ പോലീസുകാരന് നേരെ ആക്രമണം ഉണ്ടായി. അയാളൊരു കറുത്ത നിറക്കാരനായതുകൊണ്ടാണ്. എവിടെ എത്തി നമ്മുടെ ലോകമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ അടുത്തൊരു വലിയ ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന ഒരു മനുഷ്യൻ, അയാൾ കറുത്ത വർഗക്കാരനായിരുന്നു. അദ്ദേഹത്തിന് നേരെ ഗാലറിയിൽ നിന്ന് വംശീയാരോപണങ്ങൾ ഉന്നയിച്ചു. തലകുനിച്ച മനുഷ്യൻ ഗ്രൗണ്ടിലൂടെ നടന്നു. കറുപ്പും വെളുപ്പൊക്കെയാണോ മനുഷ്യനെ ഉന്നതനാക്കുന്നത്? ഇസ്ലാം പറഞ്ഞു, നീ കറുത്തവനോ വെളുത്തവനോ അറബിയോ അനറബിയോ അതൊന്നൊരു ക്വാളിറ്റി അല്ല മോനെ, അതൊന്നുമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, അലാ ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ റബ്ബ് ഒരുത്തനാണ്, ഏകനാണ്, എല്ലാവർക്കും ഒരു റബ്ബാണ്. വ ഇന്ന അബാക്കും വാഹിദുൻ, എല്ലാവർക്കും ഒരു വാപ്പയാണ്, ആദം നബിയാണ് നമ്മുടെ വാപ്പ. അലാ ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ, അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. വലാ അഹ്മറ അലാ അസ്വദ, കറുത്തവനെ ചുവന്നവനെക്കാളും ചുവന്നവനെ കറുത്തവനെക്കാളും ഒരു സ്ഥാനവുമില്ല. ഇല്ലാ ബിത്തഖ്വാ, ഒരാളുടെ തഖ്വ കൊണ്ടല്ലാതെ. ഈ കറുത്ത ശരീരത്തിന്റെ ഉള്ളിലെ ഒരു വെളുത്ത ഹൃദയം ഉണ്ടെങ്കിലേ പടച്ചോൻക്ക് ആ ഇഷ്ടം ആ വെളുത്ത ഹൃദയത്തിന്റെ മനുഷ്യനെയാണ്.
വെളുത്ത കുറെ മനുഷ്യന്മാരുണ്ട്, കറുത്ത കറകളഞ്ഞാൻ പറ്റാത്ത കൂരിട്ടുള്ള കറുത്ത ഹൃദയങ്ങൾ കൊണ്ട് തൊലി വെളുത്തിട്ടുണ്ട് കാര്യം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൃദയം ശുദ്ധമാക്കുന്നവനെയാണ്, തഖ്വയുള്ളവനെയാണ് ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വന്നു. ഇനി പഠിപ്പിക്കാൻ ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നബി തങ്ങൾ ഗൗരവത്തോടെ പറഞ്ഞു, പണ്ട് ജാഹിലിയത്തിൽ ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. ആളുകളെ കൊല്ലുക, പലിശ മേടിക്കുക, വ്യഭിചരിക്കുക, ജീവനോടെ കുഴിച്ചുമൂടുക, പലതും നടന്നിരുന്നു. ഇനി മുതൽ അങ്ങനെ ഒന്നുണ്ടാകാൻ പാടില്ല. തിരിച്ചറിവ് കൊടുക്കാണ്, വിവേകം കൊടുക്കുക. ഇനി അങ്ങനത്തെ ഒരു ജാഹിലിയ സംസ്കാരം ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സംഭവങ്ങളൊക്കെ ഇനി മുമ്പുണ്ടായിരുന്ന പ്രതികാരം ഉണ്ടാകാൻ പാടില്ല. മുമ്പ് പലിശ ബാക്കി കൊടുക്കണ്ടെങ്കിൽ ഇനി അത് കൊടുക്കാൻ പോകാൻ തല്ലുടാൻ നിൽക്കണ്ട. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എല്ലാ പ്രതികാരങ്ങളും ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കണം. ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഇനി തല്ലൂറാൻ ചാൻസില്ല. പലിശയുമായി നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നെങ്കിൽ ഇനി അത് ചോദിച്ച് നാളെ മുതൽ നടക്കരുത്. ഇന്നത്തോടെ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരു നല്ല ഭരണാധികാരിയുടെ മികച്ച തുടക്കം, വലക്കും റൂസി അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ധനം കിട്ടും, നിങ്ങളുടെ സമ്പത്ത് കിട്ടും, പലിശ ചോദിക്കരുത്. നിങ്ങളുടെ അടിസ്ഥാന സമ്പത്ത് ചോദിച്ചോളൂ. 1 ലക്ഷം കൊടുത്തിട്ടുണ്ടോ? 1 ലക്ഷം കൊടുത്തോ, പലിശ കൊടുക്കരുത്. അത് നിനക്ക് അനുവദനീയമല്ല. എന്നിട്ട് മുഴുവൻ അവിടുന്ന് തകർത്ത് തീരുമാനാക്കി കൊടുത്തു. എത്ര രൂപ കിട്ടാണ്ടെന്ന് ആൾക്കാരുണ്ടെന്നിട്ട് പിന്നെ മേടിക്കാൻ പോയില്ല. അവര് സഹാബത്ത് അത് മേടിക്കാൻ പോയില്ല. അത് വ്യാജമാക്കി തള്ളിക്കളഞ്ഞു, എഴുതി തള്ളിക്കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. പലിശയെ അല്ലാഹു തആല മായിച്ചു കളയുകയാണ്, സ്വതക്കയെ അല്ലാഹു വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വളർച്ച സ്വതക്കയിലാണ്, പലിശയിൽ ഒരു ലാഭമില്ല. 7 മഹാപാപങ്ങൾ എണ്ണി. ഈ പള്ളിയിൽ ഇന്നിരിക്കുന്ന മനുഷ്യന്മാർ, ഞാനടക്കമുള്ളവരോട് പറയാണ്, 7 മഹാപാപങ്ങൾ എണ്ണി. നമ്മളിത് മഹാപാപമായിട്ട് കൂട്ടിയിട്ടുണ്ടോ? 1 അശ്ശിർക്ക് ബില്ലാഹ്, ശിർക്കാണ്. 2 അസ്സിഹർ, അല്ലേ, കൂടോത്രം, മാരണം, പലതും കുഴിച്ചിടുക, പലതും കൊണ്ടുപോയി പൊട്ടിക്കുക, പലതും എഴുതി തീർക്കുക, എന്നിട്ട് കുടുംബത്തെ തകർക്കുക, അയൽവാസിനെ തകർക്കുക, എന്തെല്ലാം മാട്ടുമാരണങ്ങൾ. 7 മഹാപാപങ്ങളിൽ 2. മൂന്നാമത്തേത് കൊലപാതകം, 4 അർരിബ, പലിശ. ഈ 4ാമത്തതിൽ നിന്ന് ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കറകളഞ്ഞവരായി മാറാൻ ആത്മാർത്ഥമായി പറയാൻ പറ്റുന്ന ആർക്കാണെന്ന് ഇവിടെ ഉള്ളത്? വീട്ടിലെ ഫർണിച്ചറുകൾ, മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ കല്യാണം, ആശുപത്രി ചെലവ്, എന്തിന് വാപ്പാന്റെ മരണാനന്തര ചെലവ് വരെ പലിശക്ക് പണം മേടിച്ച് നടത്തുന്ന മനുഷ്യന്മാരെ ഈ ഹദീസ് ചേർക്കിത് ഞമ്മക്കുള്ളതാണ്. ഇത് നമ്മളോടാണ് സംസാരിക്കുന്നത്. പാടില്ലെന്ന് കൃത്യമായി വിലക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളെ നിങ്ങൾ നല്ല സ്നേഹത്തിൽ ജീവിക്കണം. അവിടുത്തെ ഉപദേശമാണ്, അന്നത്തെ ഉപദേശമാണിത്. ഇതിന്ന് എത്ര വ്യാപകമായി പറയണം. നിങ്ങൾ സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. അതൊരു വെറും വാക്കല്ല, അത് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, സഹോദരങ്ങളാണ്, സത്യവിശ്വാസികളൊക്കെ സഹോദരങ്ങളാണ്. അവന് വേദനിച്ചാൽ നമുക്ക് വേദനിക്കണം, അവന് പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രയാസം ഉണ്ടാവണം. ഫലാ യഹില്ലു ലിംരിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാ. അവന്റെ അനുവാദമില്ലാതെ, അവന്റെ സമ്മതമില്ലാതെ, തൃപ്തിയില്ലാതെ അവന്റെ ഒരു സമ്പത്തും നീ കൈക്കലാക്കരുത്. അവനെ തട്ടിപ്പടത്താൻ നിനക്ക് പറ്റൂല, അവനെ പറ്റിക്കാൻ നിനക്ക് കഴിയില്ല, അവനെ വിശ്വാസവഞ്ചന കാണിക്കാൻ നിനക്ക് പറ്റൂല. നിന്റെ സഹോദരനാണ് ഒരു മുസ്ലിം, ഏത് രാജ്യക്കാരനായാലും ഏത് നാട്ടിലായിക്കോട്ടെ. ആ വിശ്വാസികളോടുള്ള സ്നേഹം മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്? മുഹാജിറുകൾക്ക് ഒരു പരിചയമില്ലാത്ത അൻസാരികളുടെ വീട്ടിലേക്ക് 90 മുഹാജിറുകളുണ്ടായിരുന്നു. അൻസാരികളുടെ ഓരോരുത്തരും വീട്ടിൽ പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരാണ്. അവരെ സ്വത്ത് ഓഹരി വെച്ചു, വീട്ടിൽ റൂം കൊടുത്തു, അവർ കൂടെ ബിസിനസ്സിൽ ഷെയർ ഇട്ട് കൊടുത്തു. അയാളും ഇവരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വിശ്വാസി എന്ന ബന്ധം. നമ്മളൊക്കെ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു മറ്റൊരു മുഅ്മിനിനെ എങ്ങനെയാ കാണുന്നത്? മറ്റൊരു മുസ്ലിമിനോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ഒരു മുസ്ലിമിന്റെ കച്ചവടത്തിന് പാര പണിയുന്നത് ആരാ? മറ്റേ മുസ്ലിമാണ്. ഒരു മുസ്ലിമിന്റെ വീടിനെ ഉപദ്രവം ഉണ്ടാക്കുന്ന വഴി ബ്ലോക്ക് ചെയ്യുന്നത് ആരാ? മറ്റേ മുസ്ലിമാണ്.
വല്ലാത്ത ദയനീയതയാണ് നമുക്ക് തോന്നിപ്പോകാറുള്ളത്. നല്ലവണ്ണം ഈ വസിയത്തുകൾ പാലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ചാമത് പഠിപ്പിച്ചത് ആ സദസ്സിലിട്ട് ഹജ്ജിന്റെ വേളയിൽ, അന്ന് പുരുഷന്മാരും സ്ത്രീകളുള്ള ഹജ്ജല്ലേ, ആ ഹജ്ജിന്റെ വേളയിൽ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്നൻ നിസാ ഇന്ദകും നവാനിൻ അഖത്തുമൂൻ നബി അമാനത്തില്ല. സ്ത്രീകളെ നിങ്ങൾക്ക് അല്ലാഹു അമാനത്തായി തന്നതാണ്, അവരോടുള്ള കടമ നിർവഹിക്കണം. നമ്മുടെ ഭാര്യമാരെ കുറിച്ചാണ് പറഞ്ഞ വാക്ക്. എന്നിട്ട് പറയാണ്, വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ല, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവരുടെ ഗുഹ്യാവയവങ്ങൾ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു. വലക്കും അലൈഹിന്ന ഹഖ്കുൻ, നിങ്ങൾക്ക് അവരോട് ഹക്കുണ്ട്. വലഹുന്ന അലൈക്കും ഹഖ്കുൻ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോട് ഹക്കുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ബാധ്യതയുണ്ട്. രണ്ടാളും അത് ചെയ്യണം. എന്താ ഒരു പെണ്ണ് ചെയ്യേണ്ടത്? നിന്റെ ഭർത്താവിനെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നീ ചെയ്യരുത്. നിന്റെ ഭർത്താവിന്റെ നന്മകളെല്ലാം പറയുമ്പോൾ നീ അത് അനുസരിക്കുന്ന പെണ്ണായി മാറണം. പെണ്ണിനോട് നിനക്കെന്താ ബാധ്യതയുള്ളൂ? അവൾക്ക് ഖൈറായത് ചെയ്തു കൊടുക്കണം, അവർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, റിസ്ക് നീ കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, മാന്യമായ പെരുമാറ്റം നീ കൊടുക്കണം. ആലോചിച്ച് നോക്ക്, സ്ത്രീകൾക്കൊക്കെ ഇസ്ലാം കൊടുത്ത സ്ഥാനം. വർത്തമാനകാലത്ത് സ്ത്രീകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ? ചെറിയ പെൺകുട്ടികളെ വരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിലും മറ്റു പരിസരങ്ങളിലും യുപിയിലുമൊക്കെ ബസ്സിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്യാൻ ഒരു മനുഷ്യൻ എതിർക്കാൻ പോലുമില്ല. ആരാണ് ഇതിന്റെയൊക്കെ പിന്നെ? മനുഷ്യരല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നവർ, സ്ത്രീധനത്തിന്റെ പേരിൽ പാമ്പിനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നവർ, സ്ത്രീകളെ ക്രൂരമാക്കുന്നവരൊക്കെ ചിന്തിച്ചു നോക്ക്. ഇസ്ലാം പറഞ്ഞത് പുരുഷനെ പോലെ പകുതി റോള് ഒരു സ്ത്രീ കൊണ്ട്. നിങ്ങൾ പകുതിയാണ്. നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതം പകുതി വെച്ചാണ് നിങ്ങളുടെ തീരുമാനം. അദ്ദേഹം പറയാറുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറ, അയൽവാസിനെ ഉപദ്രവിക്കൽ നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ. വസ്തൗസൂ ബിന്നിസാഇ ഖൈറ, സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറണം. ഈ വാക്ക് നമ്മുടെ ഗൗരവത്തോടെ കാണുക. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരം ഇങ്ങനെ അവസാനിപ്പിച്ച് ഒരേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയാണ്, സ്വഹാബത്തെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് അല്ലാഹു തആല തന്ന സന്ദേശം വഹി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടുണ്ടോ സ്വഹാബത്തെ? സ്വഹാബത്ത് പറയുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയും, പടച്ചവനോട് എല്ലാം പൂർത്തിയാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞങ്ങളുടെ നബി, ദഅവത്ത് ശരിക്കും നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ സാക്ഷിയാണെന്ന് ഞങ്ങൾ പറയും. നബിയെ, നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? നബി തങ്ങൾ കൈകൾ ആകാശലോകത്തേക്ക് ഉയർത്തി, കണ്ണുകൾ ആകാശലോകത്തേക്ക് ഉയർത്തി. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നത്, അല്ലാഹുമ്മ അശ്ഹദ്, അള്ളാഹുവേ, ഞാൻ ഇവരോട് ഒരു തെറ്റും കാണിച്ചിട്ടില്ല, എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. നമുക്ക് പറയാൻ ധൈര്യമുണ്ടോ? നമ്മുടെ അയൽവാസിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഷോപ്പിന്റെ അപ്പുറത്തെ ആൾക്കാരോട് നമ്മൾ ഇസ്ലാം എന്താന്ന് ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ടോ? ഒരു പരിഭാഷകൾ തന്നെ വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിൽ ഉത്തരവാദിയാണ്. ഇത് മുസ്ലിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട മെസ്സേജ് അല്ല. ഇസ്ലാം എന്നത് ആർക്ക് കിട്ടണം? മുഴുവൻ മനുഷ്യർക്ക് കിട്ടണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം വേണം. അവർ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അവരാണ് വിജയിക്കുന്നത്. അവസാനം മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നുണ്ട്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഅൻ യുഹ്ദിയല്ലാഹു ബിക റജുല, നീ കാരണം ഒരു മനുഷ്യൻ സന്മാർഗം എന്നത് ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുംറിൻ നിഅമി, ചുവന്ന് തൊടുത്ത നല്ല ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിനക്ക് വമ്പിച്ച മേന്മയാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നല്ല മനോഹരമായ വിലപിടിപ്പുള്ള കോടികളുടെ ഒരു കാർ കിട്ടുന്നതിനേക്കാൾ വലുതാണ് നീ കാരണം. ഒരു മനുഷ്യൻ സിഗരറ്റ് വലി ഒഴിവാക്കിയാൽ, ഒരു മനുഷ്യൻ ലഹരി ഒഴിവാക്കിയാൽ, ഒരു മനുഷ്യൻ ശിർക്ക് ഒഴിവാക്കിയാൽ, ഒരു മനുഷ്യൻ നിസ്കാരം തുടങ്ങിയാൽ, നമ്മുടെ മാർഗം അതാണ്, നമ്മുടെ ഉത്തരവാദിത്തം അതാണ്, നമ്മുടെ ചുമതല അതാണ്. അള്ളാഹുവിന്റെ ഈ സന്ദേശം കിട്ടാത്തവർക്ക് മുഴുവൻ എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ഓരോരുത്തർക്കും അവനവന്റെ കഴിവനുസരിച്ച്. ഒരു പണ്ഡിതന് അദ്ദേഹത്തിന്റെ റോൾ ഉണ്ടാകും, ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് കഴിയുന്ന പോലെ ചെയ്യണം, ഒരു കച്ചവടക്കാരൻ അയാളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം, ഒരു വിദ്യാർത്ഥി അവനെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം. സാലിഹുൽ ഫൗസാൻ ഹഫളഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, എല്ലാവർക്കും പണിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ
അന്ന് പഠിപ്പിച്ച ആ സാരോപദേശങ്ങളെ ലോകത്തിന്നും മനുഷ്യാവകാശ പ്രഖ്യാപനമായി സർട്ടിഫിക്കറ്റോടെ പറയാൻ പറ്റാവുന്ന അമൂല്യ നിധിയായി സൂക്ഷിപ്പായി കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകരുടെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ച് ഇസ്ലാമാകുന്ന സുന്ദരമായ മതത്തെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന, നന്മയെ പ്രചരിപ്പിക്കുന്ന ഒരു നല്ല ഉമ്മത്താക്കി പടച്ച റബ്ബ് നമ്മെ എല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത്, അംഗീകാരം കൊടുത്തതിനൊക്കെ സുന്നത്ത് എന്നാണ് നമ്മൾ പറയാ. ഇതൊക്കെ സുന്നത്താണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു എന്നത് വലിയ സുന്നത്താണ്. എന്താ പറഞ്ഞത്? സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിൽ ഒരു നോമ്പുണ്ട്. ഹാജിമാർക്കില്ല, ഹജ്ജിൽ പങ്കെടുക്കാത്തവർക്കൊരു നോമ്പുണ്ട്. അറഫ നോമ്പ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. ആ നോമ്പ് ഇന്നി അഹ്തസിബു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു, അയ്യുകഫിറ സനതല്ലതി ഖബ്ല, ഒരു വർഷം മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും. വസ്സനതല്ലതി ബഅദ, ഒരു വർഷം ഇനി വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെടും. 2 വർഷക്കാലത്തെ പാപം പൊറുക്കപ്പെടുന്ന ഒറ്റ പകലിലെ നോമ്പിന്റെ പേരാണ് അറഫ നോമ്പ്. ആരപ്പോ എടുക്കേണ്ടത്? നമ്മുടെ വീട്ടിലത്തെ മുഴുവൻ ആളുകളും. ഇതാണ് ഇസ്ലാമിലെ സുന്നത്തായ നോമ്പ്. ബറാഅത്ത് നോമ്പിനെ വല്ലാതെ കൊണ്ടു നടക്കും. ശഅബാനിന്റെ നോമ്പ്, റജബിന്റെ നോമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത നോമ്പുകളെ വല്ലാതെ നാട്ടിൽ വല്ലാതെ പ്രചരിപ്പിക്കും. എന്നാൽ അറഫ നോമ്പ് എന്നത് നബി തങ്ങൾ അത്ര ശക്തവത്തായി പഠിപ്പിച്ച ഹദീസുകൾ ധാരാളമുണ്ട്. മക്കയിലെ സമയവുമായി നമുക്കതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അവിടുത്തെ ദിവസവും അവിടുത്തെ സമയവും ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടുത്തെ 2.5 മണിക്കൂർ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കണക്കാക്കി നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികളെല്ലാം ഓരോ നാട്ടിലും എന്നാണോ ദുൽഹിജ്ജ 9 അന്ന് അവർ നോമ്പെടുക്കണം. നമുക്ക് ഇപ്പോഴല്ലേ ടിവിയിൽ ഇങ്ങനെ ലൈവും ഫോണിലൊക്കെ അറഫയിൽ നിൽക്കണതൊക്കെ കാണാൻ തുടങ്ങി. ഇതൊന്നും കാണാത്ത കാലത്ത് ഹജ്ജ് ഉണ്ടായിരുന്നല്ലോ, അന്നും അറഫ നോമ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെങ്ങനെ നോമ്പെടുത്തിയത്? ആ നാട്ടിലെ ദുൽഹിജ്ജ 9 പരിഗണിച്ചിട്ടാ. ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഓരോനെ കാണുമ്പോ ഇങ്ങനെ രസം, നമ്മൾ അറഫയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടേ, ആജിമാരോടൊരു ഐക്യം വേണ്ടേ? ഐക്യം വേണം. അതിനാണ് ദുൽഹിജ്ജ 9 എന്ന് പറയുന്ന ദിവസം ഏത് രാജ്യക്കാർക്കും ഐക്യപ്പെടാൻ പറ്റുന്ന മേഖലയാണ്. അവിടെയാണ് സുന്നത്തും അതാണ് ശരിയും അതാണ് പണ്ഡിത ലോകത്ത് മുഴുവൻ ആളുകളും ഐക്യപ്പെട്ട വിഷയമെന്ന് ബോധ്യപ്പെടുക. ദുൽഹിജ്ജ 9ന്റെ പ്രഭാതം മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ പെരുന്നാളിന്റെ 3-ാം പെരുന്നാളിന്റെ അസർ വരെ ധാരാളമായി തക്ബീർ ചൊല്ലാൻ നമ്മുടെ മനസ്സിൽ ഒരുക്കമുണ്ടാകണം. ഇപ്പോഴും തക്ബീറുകൾ ചൊല്ലാവുന്നതാണ്. പാപമോചനത്തിനും നരകമോചനത്തിനും പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ഏറ്റവും കൂടുതൽ അന്ന് ഏതാ പ്രാർത്ഥിക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ആ ദിക്റിന്റെ മഹത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് പഠിക്കാത്തൊരു ഇന്നത്തെ ഒരു പുതിയ തലമുറയിൽ ഉണ്ടോ എന്ന് സംശയമായിരിക്കും. എങ്കിൽ അത് പഠിക്കാത്തൊരു പഠിക്കുക, അറിയുന്നവരൊക്കെ പതിവാക്ക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, പടച്ചവന് പങ്കുകാരില്ല, അവൻ ഏകനാണ്, അവനാണ് സർവ്വലോക നിയന്താവ്, അവനാണ്
എല്ലാത്തിനും കഴിവുള്ളവനാണ് അവനെന്ന ആ അഫ്ളലായ ദിക്റുകൾ അധികരിപ്പിക്കുക, ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, നന്മക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. സ്വാഭാവികമായും ദുൽഹിജ്ജ 9 അറഫ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ബലിപെരുന്നാളിന്റെ ദുൽഹിജ്ജ 10 നമ്മൾ പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ 10 ബലിപെരുന്നാളിന്റെ ആ ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ബലിപെരുന്നാൾ നമസ്കാരമാണ് ഏറ്റവും പ്രധാനത്തോടെ നമ്മൾ കാണേണ്ടത്. അതിന് വൈകിയെത്തി നമസ്കാരത്തിൽ സലാം വീട്ടി അവസാനം പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ഗേറ്റിംഗ് വന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരരുത്. ആ രംഗം വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തിരിച്ചറിവുണ്ടാവണം. നമ്മുടെ നമസ്കാരം ഇൻഷാ അല്ലാഹ് പള്ളിയിൽ വെച്ച് 7 മണിക്കായിരിക്കും. കാലാവസ്ഥയും അനുകൂലമല്ലാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളത് കൊണ്ട് 7 മണിക്ക് പള്ളിയിൽ വെച്ചായിരിക്കും നമ്മുടെ നമസ്കാരം. സമയം വൈകിപ്പോകില്ല എന്ന് നിങ്ങൾക്കറിയാം. 7 മണി കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് പരമാവധി പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് കുടുംബസമേതം ഇസ്ലാമികമായ അദബുകൾ മര്യാദകൾ പാലിച്ചുകൊണ്ട് ബലിപെരുന്നാളിന്റെ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാന കടമ്പയിലേക്ക് നമ്മൾ വരണം. അന്ന് ലഘുഭക്ഷണം പോലും കഴിക്കാതെ കടന്നു വരണം. സാധാരണ ചെറിയ പെരുന്നാളിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ് വരേണ്ടത്. എന്നാൽ ബലിപെരുന്നാളിന് പ്രഭാത ഭക്ഷണമൊന്നും കഴിക്കാതെ, കാര്യമായി ഭക്ഷണമൊന്നും കഴിക്കാതെ, എന്നാൽ ഇപ്പം വെള്ളം കുടിക്കുന്നതിനോ ചെറുതായിട്ടൊരു ചായ കുടിക്കണോ തെറ്റുണ്ടെന്നല്ല ഇതിനർത്ഥം. ഒരു വലിയ ഭക്ഷണ രീതിയില്ലാത്ത രൂപത്തിൽ കടന്നു വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ കുളിച്ചുകൊണ്ട് വൃത്തിയായിട്ട് നല്ല വസ്ത്രം ധരിച്ച്, പെറ്റുന്നവരൊക്കെ പുതിയ വസ്ത്രമില്ലാത്തവർ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, പുരുഷന്മാരൊക്കെ സുഗന്ധമൊക്കെ പുരട്ടി ആ കൂടുന്ന ആളുകളെയും രോഗികളെയും ഒക്കെ പരിഗണിച്ച് തക്ബീറൊക്കെ ചൊല്ലി പള്ളിയിൽ കയറി 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് ആ നമസ്കാരത്തിന്റെ പൂർണ്ണതയിലും ഖുതുബയിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമസ്കാരം കഴിഞ്ഞ് ഉദ്ഹിയ്യത്തിന്റെ സമയം വരുമ്പോൾ അതിന്റെ പങ്കാളികളാകാൻ വേണ്ടി കൂടെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവുക. ഉദ്ഹിയ്യത്തിന് വേണ്ടി പണം കൊടുത്ത ഷെയർ കൂടിയ ആളുകൾ ഇപ്പോൾ ഈ സമയത്തൊന്നും അവരുടെ നഖമോ മുടിയോ, ഒരു മുടിയും ഒരു നഖവും ഒന്നും നീക്കം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അറവ് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിപെരുന്നാളിന്റെ എല്ലാ മഹത്വവും അതിന്റെ ഫളലുകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാം അനുകൂലമാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്കൂള് തുറക്കാൻ പോകുക. ഒരു വീട്ടിൽ 2-3 കുട്ടികൾ ഉണ്ടെങ്കിൽ സ്കൂളും മദ്രസയും ഒക്കെയായി എത്ര നോട്ട് ബുക്ക് വേണ്ടി വരും? എത്ര അവർക്ക് ആവശ്യമായ ഓരോ കുട്ടിക്കുമുള്ള ബാഗ്, കുട, പെൻസിൽ, പേന, പൗച്ച്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റുമായി ഒരു 4 കുട്ടികളുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ വീടിനെ പറ്റി ചിന്തിച്ചു നോക്ക്. അവരെ സഹായിക്കണം. അത്ര പ്രയാസപ്പെടുന്നവരെ സഹായിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. നമ്മൾ അതിനുവേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാനിധി എന്ന പേരിൽ ഒരു സ്കൂൾ കിറ്റ് പാവപ്പെട്ട ദരിദ്രരായ വീടുകളിൽ എത്തിക്കാൻ ഒരു കുട്ടിക്ക് 800 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൂടെ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന സ്കൂൾ സാധനങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഇന്ന് പോകുമ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സറിഞ്ഞ് സഹായിച്ച് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ നാളെ ഇതിന്റെ പ്രവേശനോദ്ഘാടനമാണ്. എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ മഹത്തായ വലിയ സഹായം നമുക്കെല്ലാം ലഭിക്കാൻ പറ്റുന്ന ഒട്ടനേകം നന്മകളിൽ ഈ ദിവസങ്ങളിൽ പങ്കുചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു ആദർശ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ രോഗശമനത്തിന് വേണ്ടിയിട്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രയാസങ്ങളുമായി മംഗലാപുരത്ത് ആശുപത്രിയിലാണ്. അള്ളാഹു പൂർണ്ണമായ വേഗതയിൽ അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു അവർക്കെല്ലാം അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ, പള്ളിയെ പല നിലക്കും സഹായിക്കുന്ന, പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ യാതൊരു മടിയും കൂടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടെ പ്രവർത്തിച്ച് സഹായിക്കുന്ന ഒട്ടനേകം ആളുകൾ അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിലും ഏറ്റവും ഒമ്പിച്ച ഹൈറും ഫളലും ബറകാത്തുകളും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാം എല്ലാവിധ മാരകമായ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയായി മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.